നമസ്കാരം. നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണോ? ടാക്സി ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ ചെയ്യുന്നവരാണോ? കമ്മീഷൻ നൽകാതെ നേരിട്ട് വർക്കുകൾ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള പരിഹാരമാണ് സിപ്പി മാപ്പ്. എങ്ങനെ സിപ്പി മാപ്പിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്നും സിപ്പി മാപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മുകളിലെ സെർച്ച് ബാറിൽ സിപ്പി മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ ആപ്പ് കാണാൻ സാധിക്കും. ലിസ്റ്റിൽ കാണുന്ന സിപ്പി മാപ്പ് ആപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ പൂർത്തിയായ ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചെയ്ത ശേഷം ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം ആപ്പിന്റെ താഴെ കാണുന്ന മെനുവിൽ നിന്നും പ്രൊഫൈൽ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പേജ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ വലതുവശത്തായി കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന ഓഫർ സർവീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറായി രജിസ്റ്റർ ചെയ്യാൻ ഈ ബട്ടൺ നിർബന്ധമായും ഓൺ ചെയ്തിരിക്കണം. ശേഷം ഡിസ്പ്ലേ നെയിം എന്ന ഇൻപുട്ട് ഫീൽഡിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക. കസ്റ്റമേഴ്സ് നിങ്ങളെ മാപ്പിൽ തിരയുമ്പോൾ കാണുന്ന പേര് ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ പേര് തന്നെ ഇവിടെ നൽകാൻ ശ്രദ്ധിക്കുക. അടുത്തതായി സർവീസ് ടൈപ്പ് എന്ന ഇൻപുട്ട് ഫീൽഡിൽ നിങ്ങൾ നൽകുന്ന സർവീസ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് പ്ലംബർ, ഓട്ടോറിക്ഷ, ടാക്സി സർവീസ്, ക്യാബ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക് എന്നിങ്ങനെ നിങ്ങളുടെ ജോലി എന്താണോ അതിവിടെ നൽകാം. കസ്റ്റമേഴ്സ് ഈ പേര് സെർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളെ കണ്ടെത്തുന്നത്. അടുത്തതായി പ്രൊഫൈൽ ഐക്കൺ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സർവീസ് ടൈപ്പിന് അനുയോജ്യമായ ഒരു ഇമോജിയാണ് ഇവിടെ നൽകേണ്ടത്. നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഇമോജി ഉണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് ടാക്സി ആണെങ്കിൽ കാറിൻ്റെ ഇമോജിയോ, പ്ലംബർ ആണെങ്കിൽ ടൂൾസിൻ്റെ ഇമോജിയോ നൽകാം. ഇനി ലിസ്റ്റിലില്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ നിന്നും ഇഷ്ടമുള്ള ഇമോജി സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ ഫോൺ നമ്പർ നൽകണം. ഇതിനായി ആദ്യം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നിലവിലുള്ള ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഈ നമ്പറിലേക്കായിരിക്കും കസ്റ്റമേഴ്സ് നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ നമ്പർ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി അബൌട്ട് സർവീസ് എന്ന ഫീൽഡിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, വർക്ക് സമയം അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്നിവ ഇവിടെ വിശദമായി എഴുതാവുന്നതാണ്. എല്ലാം പൂർത്തിയാക്കിയ ശേഷം മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ സിപ്പി മാപ്പിൽ വിജയകരമായി അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സർവീസ് ആപ്പിൽ ലിസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ഫോർ സർവീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺ ചെയ്യുന്നതോടെ മാത്രമേ കസ്റ്റമേഴ്സിന് നിങ്ങളെ മാപ്പിൽ കാണാനും വിളിക്കാനും സാധിക്കൂ. ഇനി നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കാണെങ്കിലോ ഈ ബട്ടൺ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ വീണ്ടും ജോലിക്ക് തയ്യാറാകുമ്പോൾ ഇത് ഓൺ ചെയ്താൽ മാത്രം മതി. ഇതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രം വർക്കുകൾ സ്വീകരിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ മാപ്പിൽ കാണാൻ വേണ്ടി അപ്ഡേറ്റ് ലൊക്കേഷൻ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സർവീസ് പൂർണ്ണമായി ആപ്പിൽ ലിസ്റ്റ് ആയി കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ള കാര്യം, നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും കസ്റ്റമേഴ്സിന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണോ സർവീസ് നൽകുന്നത് അവിടെ നിന്ന് തന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കൂ. ഇനി പ്രൊവൈഡേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സർവീസ് വിജയകരമായി ലിസ്റ്റ് ചെയ്തത് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സർവീസ് സിപ്പി മാപ്പിൽ സക്സസ്ഫുള്ളായി രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി കസ്റ്റമേഴ്സിന് നിങ്ങളെ നേരിട്ട് വിളിക്കാനും വർക്കുകൾ നൽകാനും സാധിക്കും.